ഞാനിങ്ങനെ FB സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ 2-3 ഡോക്ടേഴ്സ് ഇങ്ങനെ ഒരു ഡിബേറ്റ് അല്ല ഒരു ഡിസ്കഷൻ പോലെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ തമ്മിൽ കണ്ടിട്ട് കാച്ചിങ് ആയിട്ടാണ് ഞാനത് പ്ലേ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായ ഒരു വീഡിയോ ആയിരുന്നു. കാരണം ഒരു 2 വർഷം മുന്നേ വരെ എൻ്റെ ലൈഫായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം ഇങ്ങനെ പ്രശ്നമുള്ളൂ കേട്ടോ, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിലൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഞാനതിന് കമൻസ് നോക്കിയപ്പോൾ 10,000-കണക്കിന് പെൺകുട്ടികൾക്ക്, അതായത് കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ അടുത്തടുത്ത വർഷങ്ങളിൽ പെൺകുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് അത്രേ, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ടോയ്ലറ്റ് പോകാൻ ബുദ്ധിമുട്ട്. അതായത് അപ്പിടാൻ ഓക്കെ, പാരൻസിൻ്റെ അടുത്താകുമ്പോൾ നല്ല കംഫർട്ടായിട്ട് ബാത്റൂമിൽ പോകും. പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടിലാകുമ്പോൾ അവർ ആ റൂട്ടീൻ മുടങ്ങും. അതായത് രാവിലെ നേരത്തെ നീക്കണം, നല്ല മരുമകൾ നല്ല പേര് കിട്ടാൻ വേണ്ടിയിട്ട് നാട്ടുപുറത്തൊക്കെ നേരത്തെ നീക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ടല്ലോ. അതൊക്കെ നമ്മളെ കംഫർട്ട് അല്ലെങ്കിൽ അതൊന്നും ചെയ്യരുതെന്ന് പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും കുടിക്കാണ്ട് നേരെ പണിക്ക് പോവുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഓടി പോവുക, നമ്മളുടെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ആ സ്ട്രെസ്സ്, ടെൻഷൻ, അവിടുത്തെ ലൈഫിൻ്റെ പ്രശ്നങ്ങൾ, അതൊക്കെ കാരണം പെൺകുട്ടികൾ ടോയ്ലറ്റ് പോകാൻ ആ ഡോക്ടേഴ്സിന് വന്ന ഒരുപാട് പേഷ്യൻസ് അങ്ങനെയാണ്. അതായത് പേരൻസിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവർ കംഫർട്ടായിട്ട് ടോയ്ലറ്റ് പോവും, ഹസ്ബൻഡിൻ്റെ വീട്ടിലാകുമ്പോൾ അതില്ലാന്ന്. അപ്പോൾ അതിൻ്റെ കാരണമൊക്കെ അവർ സ്റ്റഡി ചെയ്തിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞിട്ട്, പ്രത്യേകിച്ച് ആ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ അടുത്ത വർഷങ്ങളിൽ അവർ നേരത്തെ, അതായത് നല്ല കുട്ടിയാവാൻ വേണ്ടിയിട്ട് നേരത്തെ നീക്കണം, നല്ല മരുമകൾ എന്നുള്ള പേര് കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ നീച്ചിട്ട് അമ്മായിനെ സഹായിക്കാൻ അടുക്കളയ്ക്ക് ഓടുന്ന ധൃതി, ആ ടെൻഷൻ, ആ സ്ട്രെസ്സ്, പിന്നെ ഭർത്താവിൻ്റെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ സ്ട്രെസ്സൊക്കെ കാരണം ഭയങ്കര വലിയൊരു പെർസെൻറ്റേജ് പെൺകുട്ടികൾക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ടോയ്ലറ്റ് പോകാറില്ല. അവരിന്ന് വളരെ റയറായിട്ട്, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, അല്ലെങ്കിൽ ഡെയിലി കംഫർട്ടായിട്ട് പോയിരുന്ന ആൾക്കാർക്ക് അത് പറ്റില്ല. അങ്ങനത്തെ ഒക്കെ കുറേ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. കാരണം എനിക്കത് അനുഭവം ഉള്ള കാരണം അങ്ങനെ കേട്ടിരുന്നു. ഞാൻ വെറുതെ അതിൻ്റെ കമൻസൊക്കെ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ 1000-കണക്കിന് കമൻസ് അങ്ങനെ പ്രശ്നം നേരിടുന്ന പെൺകുട്ടികളുടെ. ഞാൻ ഞെട്ടിപ്പോയിട്ടോ. ഞാനൊരു 2 years വരെ അങ്ങനെ തന്നെയായിരുന്നു. അതായത് പെട്ടെന്ന് നീറ്റിട്ട് നേരെ അടുക്കളയ്ക്ക് ഓടുക, അല്ലെങ്കിൽ പണിയിലേക്ക് പോവുക, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഞാനും. പിന്നെയാണ്, അതായത് അവിടെ ഞങ്ങൾ ആന്ധ്രയിലായിരുന്ന സമയത്ത് രാവിലെ എണീക്കുന്ന, വെള്ളം കുടിക്കുന്ന, നെക്സ്റ്റ് സ്റ്റെപ്പ് ടോയ്ലറ്റിൽ പോകുന്നു, ബാക്കിയാണ് പിന്നെ എന്ത് കാര്യങ്ങളും. പക്ഷെ അത് നാട്ടിൽ വെക്കേഷന് വരുമ്പോൾ അതിങ്ങനെ ബ്രേക്ക് ആവണേ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ അത് ഇതുകൊണ്ടാണ്, ആ സ്ട്രെസ് കൊണ്ടാണ്, ആ ഒരു രാവിലെ വേഗം നീറ്റില്ലെങ്കിൽ ചീത്തപ്പേരാണ്, അങ്ങനത്തെ ഒക്കെ ഒരു സാധനം പെൺകുട്ടികളെ മനസ്സിലുണ്ടാവുമല്ലോ. അതൊക്കെ തെറ്റാണെന്ന് വർഷങ്ങൾ എടുത്തിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അതായത് രാവിലെ നീക്കുക, വെള്ളം കുടിക്കുക, റിലാക്സ് ചെയ്യുക, ഒന്നിരിക്കുക, എന്നിട്ട് ടോയ്ലറ്റിലൊക്കെ പോവുക, റിലാക്സ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ടെൻഷൻ അടിക്കാതെ, സ്ട്രെസ് അടിക്കാണ്ട്, നമ്മൾ എന്താ ഈ തലകുത്തി മറിഞ്ഞ് അടുക്കള പണിക്കല്ലേ പോണത്? അതിന് ഇത്ര വലിയ തലകുത്തി പറയാനൊന്നുമില്ല. നിങ്ങളുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, വീട്ടിലുള്ള എല്ലാവരും ഹെൽപ്പും മേടിക്കുക, എല്ലാവരും ഒരുമിച്ച് ചെയ്യുക. അല്ലാണ്ട് ഇങ്ങനെ തലകുത്തി മറിയാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, ഞാൻ ഇത്രയും കാലം കരുതിയത് എൻ്റെ പ്രശ്നമാണെന്നാ, പിന്നെ മനസ്സിലായത് അല്ല, ഇതിൽ ഒരുപാട് പേര് ഇങ്ങനെ ഈ സെയിം പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ ഞെട്ടിപ്പെട്ട് കമൻസ് കണ്ടിട്ട് ഞാൻ എന്നിട്ട് ഏട്ടന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ പോസ്റ്റ് സേവ് ചെയ്ത് വെച്ചിട്ടെന്ന് തോന്നുന്നു. അതിൻ്റെ തമ്മിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് ഫസ്റ്റ് സ്വന്തം കാര്യം, എന്നിട്ട് മതി ലോകത്തെ ഏത് ബന്ധങ്ങളും. ഓക്കെ, ഇതിൽ കൂടുതലൊന്നും പറയില്ല. ഓക്കെ, അതുകൊണ്ട് പിന്നെ സ്ട്രെസ്സായി, ടെൻഷൻ അടിച്ച്, പിന്നെ നേരത്തെ പണിക്ക് നേരത്തെ ഓടാണ്ട് ഫസ്റ്റ് സ്വന്തം കാര്യം ചെയ്യുക. നീക്കുക, റിലാക്സ് ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ കുടിക്കുക, ബാത്റൂം പോകാനൊക്കെ ഉണ്ടെങ്കിൽ അത് പോവുക, റിലാക്സ് ചെയ്തിരുന്ന് പിന്നെ പണിക്ക് പോവുക, വീട്ടിലെല്ലാവരും കൂടെ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുക. അല്ലാണ്ട് ടെൻഷൻ അടിച്ചിട്ട് നേരത്തെ 4 മണിക്ക് 3 മണിക്കൊക്കെ നീറ്റ് അടുക്കളയ്ക്ക് ഓടി സ്ട്രെസ് ചെയ്ത് നിങ്ങളുടെ ശരീരം നിങ്ങൾ നാശാക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഞാൻ ഇത്രയും കാലം ഇത് ഷെയർ ചെയ്യാതിരുന്നത് എൻ്റെ മാത്രം പ്രശ്നമാവുമെന്ന് കരുതിയിട്ട് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത്ര ആൾക്കാർ ഇതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ പുറത്ത് പറയാത്ത എത്ര പേരുണ്ടാവും. സോ നിങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ട് മാത്രം മറ്റുള്ളവരുടെ കാര്യം. ഓക്കെ, അതിന് എത്ര വലിയ ആൾക്കാരാണെങ്കിലും. സോ ഫസ്റ്റ് യുവർ ബോഡി, യുവർ മെൻ്റൽ ഹെൽത്ത്, യുവർ സെൽഫ് ലവ്, അതൊക്കെ കഴിഞ്ഞിട്ട് മറ്റുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, ടാ.